നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ലൈവിലേക്ക് പോകാം. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ, കൺസോൾട്ടേഷൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിന് മേലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് നിഫ്റ്റി മാത്രമല്ല, F&O സെക്ഷൻ, കൊമോഡിറ്റി, ക്രിപ്റ്റോ, ഫോറക്സ് ഏതിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ കാണും. ആദ്യമായിട്ട് ഈ ചാർട്ട് കാണുമ്പോൾ എന്താണെന്ന് അറിയാത്തവരൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷത്തെ ഡീറ്റെയിൽസ്, എൻ്റെ ഒരു ജാതകം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ചാർട്ടിൻ്റെ അക്യുറസി എന്താണെന്നുള്ളത്. അതിനുശേഷം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഞാനിവിടെ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെയും ഒരു പ്രത്യേകത ഉള്ളത്, ഒരിക്കലും കോളോ ടിപ്പോ ആരും പ്രതീക്ഷിക്കരുത്. ഒരു ബാക്ക് സപ്പോർട്ട്, ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ, മൈൻഡ് സെറ്റ് നല്ല രീതിയിലല്ലാത്ത, ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നവർ, റിവഞ്ച് ട്രേഡ്, ഓവർ ട്രേഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് അറിയാതെ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് വ്യൂ അനലൈസ് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ലൈവിലേക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ലൈവ് റൂമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലൈവ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ലൈവിലേക്ക് മൂവ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, സമയം 9:08 മാർക്കറ്റിൽ ഇന്ന് ഗ്യാപ്പ് അപ്പാണ്. നമ്മളെന്തായാലും അപ്പിലേക്ക് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പേസ് മുകളിലുണ്ട്. വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ സ്പേസ് മുകളിലുള്ളത് കാരണം നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. 743 ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊരു സപ്പോർട്ട് സോണാണ്, ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു റിവേഴ്സിന് പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാത്തതിന് RSI ഒരു സെൻട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്ന എത്രയാണെന്ന് നോക്കാം. 24,512 പ്ലസ് 85 പോയിൻ്റാണ് മാർക്കറ്റ് ഓൾറെഡി അപ്പ് വന്നിരിക്കുന്നത്. അതായത് 24,597 മാർക്കറ്റ് അപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഒരു വര വരക്കാം. 24,597, 24,600 ഒരു കൺസോൾട്ടേഷൻ സോൺ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 24,600, 24,588. ഓക്കെ, ഇവിടെ ഓൾറെഡി ലൈൻ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അത് വരക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ അപ്പ് 24,592.20 അതിൻ്റെ ഒരു അപ്പ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഓൾറെഡി ഒരു അപ്പിലേക്ക് പോകത്തുള്ളൂ. അതിന് നമുക്ക് ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ടുള്ള ഒരു അനലൈസും കൂടെ നോക്കിയാലും ഓൾറെഡി പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ
കാണും. ഒന്നാമത്തെ കേസ് ഇവിടെ നമുക്ക് പുതിയ ലൈനൊന്നും മുകളിലില്ലാത്ത കാരണം പൊതുവെ എല്ലാവർക്കും മുകളിലെ ലൈന് കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. അപ്പോൾ അതാണ് മുകളിലെ ലൈൻ, അതായത് 24,588 എന്നുള്ള ലെവല്. ആ ഒരു ലെവലിലായിരിക്കും മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതിനുശേഷം ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ, നിങ്ങൾ ഇപ്പോൾ ലൈവിലുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊരു പേപ്പറിൽ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചാലോ ഒക്കെ വളരെ ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് കുറച്ചൊന്ന് താഴത്തോട്ട് വരും. അത് ഞാനൊരു ബോക്സ് വരച്ചു വെക്കാം. ആ ബോക്സിൻ്റെ ലെവലിലായിരിക്കും മാർക്കറ്റ് രാവിലെ ഒരു പ്ലേ നടത്താനുള്ള ചാൻസ്. ഇതിൻ്റെ അകത്തായിരിക്കും ആദ്യത്തെ 15 മിനിറ്റ്സ്. അപ്പോൾ അതിൽ ഡൗണിലേക്ക് വന്നാൽ പ്രീവിയസ് ഡേയുടെ ഹൈയിലേക്ക് ഒരു ടിപ്പ് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് എവിടെ ക്ലോസ് ആവുന്നത്. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തേക്ക് വരുള്ളൂ. നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 24,743 ഭാഗത്തേക്കാണ് പോകുള്ളൂ. കൃത്യമായിട്ട് അവിടം വരെ പോകുന്നുള്ളതല്ല, ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ താഴത്തോട്ടാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങും. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ നമുക്ക് ഏത് രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെയും നമുക്ക് ഏകദേശം ഒരു 10-20 പോയിൻറ്റിൻ്റെ വ്യത്യാസം എന്തായാലും വരും. ഫ്യൂച്ചറും ഇൻഡെക്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ 24,529 പ്ലസ് 85 എന്ന് പറയുമ്പോൾ 24,614. അപ്പോൾ ഇവിടെ 24,600 ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ 24,600 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 24,700 മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ഈ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് പോരും. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. സ്ട്രൈക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 24,500 സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ പിയിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 186, 224, 700 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 24,600, 24,700. ഓക്കെ, 24,700 എന്തായാലും മൈനസ് വരുമ്പോൾ ഒരു 165 ഭാഗത്തേക്കൊക്കെ വന്നാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യുന്നത് 24,700. അപ്പോൾ നമുക്ക് ഡബിൾ ചാർട്ടിൽ സെലക്ട് ചെയ്ത് വെക്കാം. 24,500 സിയും 24,700 പി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ RSI ഇപ്പോൾ നിലവിൽ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സിയിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് ഓൾറെഡി മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് 9:13 ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് വന്നു പെടാനുള്ള ചാൻസ് ഈ ഒരു ലെവലിലേക്കാണ്. ഈ RSI ഇനി മേളിൽ ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 151. അതിനുശേഷമുള്ള ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 180. അതിനുശേഷം 191 ടാർഗറ്റ്. അപ്പോൾ നേരെ മറിച്ച് നമുക്ക് പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിയുടെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 180. 180 താഴത്തേക്ക് പോയാലാണ് പി നമുക്ക് ഡൗൺ ആവത്തുള്ളൂ. എഗെയിൻ ഈ പിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 217 255 പിന്നെ ഉള്ള ഒരു റിജക്ഷൻ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 264 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി 28 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്ലാനിങ്. സ്റ്റിൽ മാർക്കറ്റ് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ സി സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റിജക്ഷൻ ആവാനുള്ള ഏരിയ 151 ആണ്. അവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ റെസിസ്റ്റൻ്റാണ് എന്ത് 168. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് 180 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ. ആ 180 താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഡൗൺ ആവും.
നമ്മുടെ ഇപ്പുറത്ത് സിയുടെ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റെസിസ്റ്റൻ്റ് ഏരിയ ആണ് 151.20. ഇനി അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിനുശേഷം 151 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ 155, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 168, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 180 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി പോകുന്നത്. 145 താഴത്തേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് മൂവ് ആകത്തുള്ളൂ. 152, 154, 155, 156, 158, 159, 160, 161, 161 ആയിട്ടുണ്ട്. 165ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 163 ആയിട്ടുണ്ട്. 164 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്ലാൻ കറക്റ്റായിട്ട് വർക്കൗട്ടായി. നമ്മൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിലും എന്തായാലും ഒരു 10 പോയിൻ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. പിന്നെ ഇത് കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ അങ്ങനെ ഇങ്ങനെ മാറി മാറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ നിൽക്കും. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, അതൊരു ഏരിയ ആണ്. അപ്പോൾ അതിൽ റിജക്ഷൻ എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 168 ഒരു റിജക്ഷൻ പോയിൻ്റാണ്. ഇനിയിപ്പോൾ ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് പിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്ക് വരേണ്ടതാണ്. കാരണം ഇവിടെ ഒരു റിജക്ഷൻ സോൺ എന്ന് പറയുന്നത് 168 ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 195 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിയിലേക്ക് ഇപ്പോൾ ഒരു മടക്ക് വരുന്നുണ്ട്. അതായത് നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കണം എന്നാണ് അതിനർത്ഥം. എന്നുവെച്ചാൽ അത്ര വലിയ ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 165ലേക്കും ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ മാറിയും മറിച്ചൊക്കെ വരും. ഒരു കാരണവശാലും നമ്മൾ എടുത്ത ഉടനെ ഗ്രീൻ തന്നെ പോകണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ പ്ലാൻ എന്തായാലും ഉണ്ടായിരുന്നത്. 147 അവിടെ എന്താണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ടാർഗറ്റ് 151. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി വന്നിരിക്കുന്നത് 160 വരെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 പോയിൻ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലോവിൽ നിന്ന് എടുക്കും. ഒരു 10 പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു ഹാഫ് പോർഷനോ 80% കൊടുക്കും. ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 150ക്ക് താഴെ പോവാതെ ഒരു കാരണവശാലും മാർക്കറ്റ് ഡംപ് ആവില്ല. അപ്പോൾ ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പിയിലേക്ക് ഏത് നിമിഷവും മാർക്കറ്റ് ഡൈവർജൻസ് ആവാം. കാരണം ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട്. അവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് താഴത്തോട്ടൊരു നല്ല ഫാള് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ 151 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് വരുള്ളൂ. 144ലേക്കോ 132ലേക്കോ 127ലേക്കോ മാർക്കറ്റ് വരത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് സൈഡ് തന്നെയാണ്. സൈഡിൽ 165, 162, 65, 68 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുമ്പോൾ അതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ തോന്നുന്നിടത്ത് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോ ലെവലും, അതായത് നമ്മൾ ഓൾറെഡി വരച്ചിട്ടേക്കുന്നത് 151.20 ആണ്. പക്ഷേ കമ്പനി ചാർട്ടിൽ ഓൾറെഡി 150 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചിട്ട ലൈനും കമ്പനി വരച്ചിട്ട ലൈനും ഏതാണ്ടൊക്കെ ഒരേപോലെയാണ് മാർക്കറ്റിൽ വന്നു നിൽക്കുന്നത്. $150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലും 145ലാണ് മെയിനായിട്ടൊരു സെക്കൻഡ് സപ്പോർട്ട് ഉള്ളത്. മാർക്കറ്റ് 165 ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്.
അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സീൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി ഒരു ചിന്തയുള്ളത്. 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 165 വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ 65ലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഇപ്പുറത്ത് എന്ത് ചെയ്യും, 195ലേക്ക് ടച്ച് ചെയ്യും. $145 നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയി വന്നിട്ടുണ്ട്. കാരണം നമ്മളവിടെ അലർട്ട് എടുത്തിരിക്കുകയാണ്. മാർക്കറ്റ് ഏത് നിമിഷവും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങോ ഒരു ഡൗണോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ അലർട്ട് എടുത്തിരിക്കുന്നത്. ഇനി 160 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 6160. അപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ്. ഈ 145 ആണ് നെക്സ്റ്റ് സപ്പോർട്ട് സോൺ. ഈ 45 ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് പോകുന്ന ഏരിയ ഈ യെല്ലോ ലൈനിലേക്കായിരിക്കും. അത് 127ലേക്ക്. കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു സെയിം മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. ആദ്യത്തെ ഒരു ബ്രേക്കൗട്ട് ഈ ഒരു ലെവലിലേക്ക് വരികയും പിന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് ഗ്യാപ്പ് ഫില്ലിങ് 127ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ RSI ഡൈവർജൻസ് ആയി വരുന്നുണ്ട്. 195 ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടായത് നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 145ലേക്കും ആ മൂവ്മെൻറ്റാണ് 195ലേക്ക് മാർക്കറ്റ് ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ഇനി 180 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 168ലേക്കുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നു മാത്രമേ. നമുക്കിവിടെ ഓരോ ലൈൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്ത് അതൊക്കെ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റികളാണ്. നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 145ലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ഡോട്ടിലേക്കോ വന്നിട്ടായിരിക്കും മേ ബി തിരിച്ചു പോകുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഇപ്പോൾ ക്രോസ് ഓവറിലേക്കുള്ള ഏരിയ വരുന്നുള്ളൂ. ശരിക്കും ഒരു ക്രോസ് ഓവർ വരുമ്പോഴാണ് നമ്മൾ അലർട്ട് ആവേണ്ടത്. പിന്നെ നമ്മളിവിടെ ചെറിയ പോയിൻ്റാണ് ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് അത്ര കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോസ് ഓവർ ആവുന്നതിന് മുമ്പേ നമ്മളൊരു അലർട്ട് എടുത്തത്. മാർക്കറ്റ് 168 ടച്ച് ചെയ്യാനായിട്ട് മേ ബി കിടപ്പുണ്ട്. 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 168ലേക്കോ 180ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഈ 68 എന്നുള്ളത് ഒരു വിക്കോട് കൂടി 170 വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നിലവിൽ ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ക്രോസ് ഓവർ ആവാതെ നമ്മൾ ഒരിക്കലും പിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതിനുമുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മേളിലോട്ടും താഴത്തോട്ടും എന്തായാലും ഇന്ന് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഇവിടെ താഴത്തോട്ട് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 160 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ആദ്യത്തെ ഒരു വിക്ക് വരുന്നത് 164ലേക്കും അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ 168ലേക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്ത പോലെ തന്നെ ഇവിടെ വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 190 ബ്രേക്ക് ചെയ്താൽ 93ലേക്ക് ഒരു വിക്ക് ഉണ്ടാവും. അപ്പോൾ ആ 3യും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ 202ലേക്കോ 214ലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങിനോ വേണ്ടി മാർക്കറ്റ് പോകത്തുള്ളൂ. ക്രോസ് ഓവർ അടുത്തടുത്ത് വരുന്നുണ്ട്. 160 ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് സിയിൽ ചാൻസ് ഉള്ളൂ. കാരണം ബോട്ട് ജെട്ടി അടുത്തോട്ട് ബോട്ട് അടുക്കണം. ഈ രണ്ട് ബോട്ടും കരക്കടുത്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. അതുവരെ ഇങ്ങനെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും. ഒരു ബിഗ് മൂവ്മെൻറ്റ് ഏതാനും നിമിഷത്തിനുള്ളിൽ മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 190 to 193 ഒരു ട്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴും കൺസോൾട്ടേഷനാണ്. സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ഒന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെ ഹെഡ്ജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 183 ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 175 താഴെ സ്റ്റോപ്പ് ലോസ്, അതേപോലെ അപ്പുറത്തൊരു 152 എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 145 സ്റ്റോപ്പ് ലോസ് ആണെന്ന് വിചാരിക്കുക. രണ്ടും 7 പോയിൻറ്റോ 8 പോയിൻറ്റോ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ 51 10 61 7 68 ഒരു 10-20 പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 13 പോയിൻറ്റ് നമുക്ക് മിച്ചമാണ്.
അത് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ നമുക്ക് ഹെഡ്ജ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ തോന്നണടുത്ത് പോയി ഹെഡ്ജ് ചെയ്തിട്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. പിന്നെ അതിൽ ഹെഡ്ജ് ചെയ്യുമ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഉണ്ട്. എന്തായാലും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് 9:30 9:45 എന്തായാലും ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇൻഡെക്സിൽ ഇപ്പോൾ വരച്ച ആ ബോക്സാണ്. ആ ബോക്സിന് മേളിലോട്ട് പോവാതെ സി കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. താഴത്തോട്ട് SMA ഉണ്ട്, ഈ ഒരു ലൈനും ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്ട്രൈക്കിന് അത്ര വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നുമില്ല, നിൽക്കുന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ എല്ലാം കൂടെ ഒരു ഒറ്റയടിക്കായിരിക്കും PE ഒരൊറ്റ മൂവ്മെൻറ്റ് 210 പോകുന്നത് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഹൈ മൂവ്മെൻ്റ് ആയിരിക്കും വരികയാണെങ്കിൽ തന്നെ. നമ്മൾ 190 192 ബ്രേക്ക് ചെയ്യാതെ പിയിലോ 160 ബ്രേക്ക് ചെയ്യാതെ സിയിലോ വെറുതെ കോൺസെൻട്രേഷൻ ചെയ്ത് സമയം കളയണ്ട. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ആദ്യത്തെ ലെവലിലേക്കുള്ള ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഈ ബോക്സിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനോ SMA-ലേക്കോ 24,495 മാർക്കറ്റ് മൂവ് ചെയ്യാം. ആദ്യത്തെ 50 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി രാവിലെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്തായാലും നോക്കാം. പിയിലേക്കാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഡൈവർജൻസ് വരുന്നത്. നമുക്കതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാം. ഈ റെഡ് വന്നപ്പോഴും നമ്മൾ അത്ര വലിയ പാനിക്കൊന്നും ആയില്ല. കാരണം നമുക്കൊന്നാമത് ഏരിയ ആയിട്ടുമില്ല. രണ്ടാമത് അതൊരു ഒരു പുൾ ബാക്ക് ആയിരിക്കും. അതായത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് പുറകിട്ടൊരു വലി സാധാരണ വരാറുണ്ട്. എന്തായാലും ഒരു 9:45 മുമ്പ് ഒരു ബിഗ് മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ ടാർഗറ്റ് എത്തട്ടെ, എന്നിട്ട് വീഡിയോ ഓൺ ചെയ്യാം. ഒന്നെങ്കിൽ 60 ബ്രേക്ക് ചെയ്ത് 68-ലേക്കോ 91-ഓ 80-ലേക്കോ ഉള്ളൊരു മൂവ്മെൻറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 90 ബ്രേക്ക് ചെയ്താൽ 208-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ്. അത് മേ ബി ഗ്യാപ്പ് ഫില്ലിങ്ങിന് 217 വരെയൊക്കെ പോവാം. റെഡും ഗ്രീനൊക്കെ മാറി മാറി വരും. നമ്മുടെ ലക്ഷ്യം ഈ ഒരു മഞ്ഞ ലൈനാണ്. RSI ഓൾറെഡി ഗ്രീനിലേക്ക് കയറാറായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു റെഡ് വന്നു. നമ്മൾ പറഞ്ഞത് അത് താഴത്തേക്ക് കുതിക്കുന്നതിന് മുമ്പുള്ള ഒരു റിജക്ഷനാണ്. ഇവിടെ ഗ്രീൻ വന്നു, അത് ജസ്റ്റ് മുകളിലോട്ട് പോയി. ഇതിങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടായിരിക്കും ഒരു ഒറ്റ ബ്രേക്ക് വരുന്നത്. RSI ഗ്രീനിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഈ റെഡൊന്നും അത്ര വലിയൊരു റെഡല്ല. 175-ന് താഴത്തേക്ക് പോയാൽ മാത്രം നമുക്ക് പിയിൽ വലിയ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പുള്ള താഴത്തോട്ടുള്ള ഒരു വലിവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ റെഡൊന്നും കണ്ടാലൊന്നും നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നു. ഈവൻ ഈ 175-ൽ സുഖമായിട്ടൊക്കെ ഒരു എൻട്രി കിട്ടേണ്ടതാണ് മേ ബി. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ പറഞ്ഞ പോലെ 2 പോയിൻറ്റോ 3 പോയിൻറ്റോ ഈസി ആയിട്ട് ഇടാം. എന്നിട്ട് അത് കയറി വരുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒന്നെങ്കിൽ 175-ൻ്റെ താഴത്തോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ 130 ബ്രേക്ക് ചെയ്ത് 204-ലേക്ക് മാർക്കറ്റ് പോകണം. അപ്പോൾ ഇവിടെ 2-3 പോയിൻറ്റ്, ഈവൻ 5 പോയിൻറ്റ് എന്തെങ്കിലുമൊക്കെ ലോസ് വരികയാണെങ്കിൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഇവിടെ ആ 7 പോയിൻറ്റ് പിടിക്കാം. ഉള്ള ഫണ്ട് മുഴുവൻ ഒരെണ്ണത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്നൊന്ന് ബ്രേക്കൗട്ടായി മാർക്കറ്റ് ഒന്ന് ഹൈയിലേക്ക് പോകണം. ആ ഒരു തീരുമാനങ്ങൾ മാത്രമാണ് നമുക്കുള്ളൂ. അതിനിടയ്ക്ക് റെഡും ഗ്രീനൊക്കെ മാറി മാറി വരും. നമ്മളതൊന്നും അത്ര വലിയ പാനിക്കാക്കണ്ട. നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ പൊക്കോട്ടെ, നമുക്കത് തിരിച്ചിവിടെ പിടിക്കാം. ഇവിടെ 145-ഉം സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇത് ടച്ച് ചെയ്യാതെ എന്തായാലും മാർക്കറ്റിൽ ഒരു അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും ഇല്ല. അതുവരെ നമുക്കിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കേ നിവൃത്തിയുള്ളൂ. ഇതിനിടയ്ക്ക് ഇവിടെ പല പല കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താലുള്ള സ്കാൽപ്പിങ്ങേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ ഓൾറെഡി പറഞ്ഞാണ്, രാവിലെ തന്നെ സ്കാൽപ്പിംഗ് ആണ് നടക്കത്തുള്ളൂ. വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ലൈനും കൂടെ ബ്രേക്ക് ചെയ്താൽ അതൊരു കൺഫേം ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളിപ്പോഴും പി സൈഡിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇവിടെ 160 ബ്രേക്ക് ചെയ്തോ ഇവിടെ 190 ബ്രേക്ക് ചെയ്തോ പോയിട്ടില്ല. നമ്മൾ പി സൈഡ് തന്നെയാണ് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് റെഡ് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ വെറുതെ അതിൽ പാനിക്കായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ ഇല്ല. കാരണം എന്തായാലും ഈ മഞ്ഞ ലൈൻ എന്തായാലും ടച്ച് ചെയ്യണം. അതിനു മുമ്പ് പല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ കാണിക്കും, നമ്മളെ പേടിപ്പെടുത്തും.
കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ ഒരേ ഒരു വിഷൻ പിയിലേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓൾമോസ്റ്റ് SMA ടച്ച് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കഴിഞ്ഞു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി. നമ്മൾ പറഞ്ഞത് സിംഗിൾ ക്യാൻഡിൽ തന്നെ വളരെ ബിഗായിട്ടുള്ള മൂവ്മെൻറ്റ് 9:30-ക്കും 9:45-ഇടക്ക് മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 201 സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 209 ആയിരുന്നു. ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് എന്തായാലും വന്നിട്ടില്ല. പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു റെഡ് ഡോട്ടിലേക്കാണ് മാർക്കറ്റ് ഫാളായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനിടയ്ക്ക് പല റെഡ് ക്യാൻഡിലുകൾ വരും, പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ട്രേഡർ ആവാനായിട്ട് പറ്റത്തില്ല. നമ്മൾ രാവിലെ തൊട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് പി തന്നെയാണ്. SMA മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ഗ്യാപ്പ് എന്നിട്ട് ഫില്ല് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവലിലേക്കാണ് നമ്മളൊരു ടാർഗറ്റ് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചത്. ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലായിരുന്നു 201. സെക്കൻഡ് ടാർഗറ്റ് ഇതിൻ്റെ വയലറ്റ് ടോപ്പ്. കാരണം ഇവിടെ വയലറ്റ് ലൈനിലേക്ക് മുട്ടിയപ്പോൾ ഇവിടെ വയലറ്റ് ലൈനിലേക്ക് മുട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻ്റാണ്. ഈ ഭാഗത്തൊക്കെയാണ് എൻട്രിയൊക്കെ എടുക്കാം വേണമെങ്കിൽ, അത് ഓരോരുത്തർ മനസാന്നിധ്യം പോലെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്കൊരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ 7 പോയിൻ്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എൻട്രി എടുത്താലും, ഈവൻ 181 ഒരു എൻട്രി എടുത്താലും, അതായത് ഈ ബ്രേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവിടെയോ, അതൊക്കെ ഓരോരുത്തരുടെ ഓരോ മനോധർമ്മം പോലെ ഇരിക്കും. ഈ വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത മനോഗതിയുള്ള ആൾക്കാരാണ്. ചിലവർ താഴ്ത്തുനിന്ന് എടുക്കും, ചിലവർ താഴ്ത്തു പോകുമ്പോൾ ആവറേജ് ചെയ്യും, ചിലവർ 190 ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കണം. ഞാനിവിടെ എടുക്കാനോ വിൽക്കാനോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. RSI ഇവിടെ ഡൗൺ സൈഡിലേക്കാണ്. മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 182 208 വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന ആ ഒരു ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. എത്ര നേരം കാത്തിരുന്നു? 27 മിനിറ്റ്. നമ്മൾ ഹ്യൂജ് മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിച്ചത്. സിംഗിൾ ക്യാൻഡിലിൽ തന്നെ അല്ലെങ്കിൽ 2 ക്യാൻഡിലിൽ തന്നെ വലിയൊരു മൂവ്മെൻറ്റ്. അപ്പോൾ ആ സിംഗിൾ ക്യാൻഡിലാണെങ്കിലും എത്ര മൂവ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. അതായത് 18 പോയിൻ്റ് ഓൾറെഡി ഇവിടം വരെ 205 ആണെങ്കിലും 18 പോയിൻ്റ്. ഇനി 193 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഇതൊരു വിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ഇനിയും മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇടിച്ചിടിച്ച് പതുക്കെ മാർക്കറ്റ് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്കിത് 15 മിനിറ്റ്സിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. 15 മിനിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് RSI പിയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. SMA 210 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്, 208 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്, 227 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് കിടപ്പുണ്ട്. എന്തായാലും ഇനി അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കണക്ക് കൂട്ടിയാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 187 ആണ്. ഓക്കെ, ഞാൻ 182 ആണ് ഓൾറെഡി അടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വിക്ക് അവിടെ പോയി ഇടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്ക ട്രേഡേഴ്സും ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ ആ ക്യാൻഡിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിക്ക് ഇവിടം വരെ ചെന്ന് ഇടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കാരണം ഇവിടെ ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ലെവലുണ്ട്. ആ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലെവലിലാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് വയലറ്റ് ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ അതൊരു സാഹചര്യങ്ങളാണ്. അവിടുത്തെ പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓക്കെ ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിളോടുകൂടി നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഒരു വലിയ അടുത്തൊരു ബിഗ് മൂവിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അടുത്തൊരു മൂവ്മെൻറ്റ് 195 ഒക്കെ ബ്രേക്ക്. ഈ റെഡൊന്നും അത്ര വലിയ റെഡല്ല. ഇത് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്ത് ഇപ്പോൾ എൻ്റെ രീതി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്രോസ് ഓവർ വന്നു, ഇവിടെ ഇപ്പോൾ ഒരു 10 ലോട്ട് എടുത്തെന്ന് വിചാരിക്കാം. 10 ലോട്ട് 205-ൽ വിറ്റിട്ട് ബാക്കിയുള്ള 5 കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യും. ജസ്റ്റ് ഇത് ഇനി എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവറിനടുത്ത് ഏത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നോ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അടുത്തത് നമ്മൾ എക്സിറ്റ് ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ചു പൊക്കോട്ടെ, നെവർ മൈൻഡ്. നമുക്ക് ആ ഒരു 5 ലോട്ടിൽ തന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇട്ടേക്കണത് മുഴുവനും കൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ആദ്യത്തെ ഒരു മിനിമം ടാർഗറ്റ് നമ്മൾ എടുത്ത് മാറിക്കഴിഞ്ഞിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെയിറ്റ് ചെയ്യുക. ഇത് മൂവ് ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ 208-ലേക്ക് മാർക്കറ്റ് വരാം, അവിടെ ബ്രേക്ക് ചെയ്താൽ 218-ലേക്ക് മാർക്കറ്റ് പോവാം, അവിടെയും ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 227-ൽ മാർക്കറ്റ് ക്ലോസ് ആവാം. അപ്പോൾ നമ്മളുടെ ഇനിയുള്ള ടാർഗറ്റ് ഏതാണ്? ഈ RSI ക്രോസ് ഓവർ ആവുന്ന ബേസ് ചെയ്തിട്ടാണ് അടുത്ത എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവാം. എന്തായാലും ആ ക്രോസ് ഓവർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിയിലും ഏരിയ മുട്ടാനുണ്ട്, പിയിലും ഏരിയ മുട്ടാനുണ്ട്. പിയിലെ ഏരിയ ഓൾറെഡി മുട്ടി, ഇനി സിയിലെ ഏരിയ മുട്ടാനുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്നിട്ട് മാർക്കറ്റ് തത്രപ്പാട് മൊത്തം പെടുന്നത്. 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 168-ലേക്കോ അല്ലെങ്കിൽ 171-ലേക്കോ ഒരു മൂവ്മെൻറ്റ് ഇനി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി, ഇതിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. ഈ ഒരു ലെങ്ത്ത് വരുന്ന കണ്ടപ്പോഴേ അല്ലെങ്കിൽ ഇവിടെ ഒരു മടക്ക് വരുന്ന കണ്ടപ്പോഴേ നമ്മൾ മനസ്സിലാക്കി ഡിസിഷൻ എടുക്കാനുള്ള ടൈം ആയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കാരണം ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലർട്ടായിട്ടിരുന്നോണം. നമ്മൾ സിയിൽ എങ്ങനെ അലർട്ടായി മടക്ക് വന്നപ്പോൾ അതേപോലെ തന്നെയാണ് ശരിക്കും സിയിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, സിയിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 9:51 10 മണിക്ക് ഒരു ഏതെങ്കിലും ഒരു ട്രിഗറിൽ ചെന്ന് ഇടിക്കും എന്നാണ് നമ്മൾ പൊതുവെ മെൻഷൻ ചെയ്യാറ്. അപ്പോൾ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ 10-25 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈവൻ 10 ലോട്ടിലാണെങ്കിലും 5000 രൂപ, 20 ലോട്ടിലാണെങ്കിൽ 10000 രൂപ, 3 ലോട്ടിലാണെങ്കിലും അത്യാവശ്യം പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ലെവലിലേക്ക് രാവിലത്തെ കാലം. നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും കൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. മാർക്കറ്റിലുള്ള മുഴുവൻ എടുക്കാം. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യൂ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലോട്ടിൽ അല്ലെങ്കിൽ 2 ലോട്ടിൽ 50 പോയിൻ്റ് ഈസി ആയിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് കറക്കി തിരിച്ച് കുത്തിപ്പിടിച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ചാർട്ട് അത്ര അക്യുറസിയാണ്. പക്ഷേ ആ പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മൾ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചാർട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്ന ആ ഒരു മുതൽ അല്ലെങ്കിൽ ആ ഒരു ഇൻകം വളരെ നിസ്സാരമായിട്ട് ചാർട്ടിന് നമ്മളെ പറ്റിച്ചുകൊണ്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു പേടിയും ബഹുമാനമൊക്കെ ചാർട്ടിനോട് ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ചാർട്ട് റീഡ് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ ഡിസിപ്ലിനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള 151 ബ്രേക്ക് ചെയ്താൽ 155-ലേക്ക്. അത് നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ബ്ലൂ ലൈൻ വരച്ച് വെച്ചാൽ ഇപ്പോൾ കണ്ടോട്ടെ, അത് ഞാൻ മാറ്റിക്കഴിഞ്ഞ ഉടനെ മാർക്കറ്റ് മേളിലോട്ട് അപ്പാവും. അത് ആദ്യമേ മാറ്റിയിരുന്നെങ്കിൽ അങ്ങ് കയറിപ്പോയേനെ. ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷം മുമ്പേ ഉള്ള ശാപമാണ്. മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല, അവിടെ ഇടിച്ചു നിൽക്കും. ഞാനത് മാറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പായി പോവുകയും ചെയ്യും. ഈ 180-ൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതങ്ങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് ഡൗണിലേക്ക് ഒരു ഡൗൺ വരും. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ഡൗൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ഒരു സപ്പോർട്ടിങ് സോണാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം, 2 സൈഡും നമുക്ക് എൻട്രി എടുക്കാം. 180 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. അവിടെ ആ 180-ൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തതാണ് ആ കണ്ടത്. കാരണം ഇനി ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരും.
നമുക്കതൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റും. എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് അപ്പ് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇവിടെ 180 അല്ലെങ്കിൽ 179 ഈസി ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇനിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബിഗ് മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം അത് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ബിഗ് മൂവ്മെൻ്റ് ആയിരിക്കും. ആ ബ്രേക്കൗട്ട് മേ ബി 198 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം വണ്ടി ഇട റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത യാത്രകളായിരിക്കും. അതായത് വലിയ വലിയ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ ക്യാൻഡിലും നെക്സ്റ്റ് ക്യാൻഡിലോടും കൂടി എന്നുവെച്ചാൽ ഇനിയുള്ള ക്യാൻഡിൽസിനൊക്കെ വോളിയം കൂടുതൽ ജനറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇട്ടിട്ട് പോയ കാര്യങ്ങൾ, ബാക്കി വെച്ച കാര്യങ്ങൾ, ഇതൊക്കെ അതാണ് ഞാൻ മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്യാൻഡിലിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ വരും, എങ്ങനെ വരും എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ 140 ഇപ്പുറത്ത് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രഗിൾ വരുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് എഗെയിൻ എങ്ങോട്ട് വരുള്ളൂ, 198 മാർക്കറ്റ് വരത്തുള്ളൂ. അതും ഇപ്പോൾ ഏകദേശമൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ എന്താണെന്ന് പഠിക്കണം, ആ ക്യാൻഡിലിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിക്കണം. വളരെ ഈസി ആയിട്ടാണ് 180 മാർക്കറ്റ് റിജക്ഷൻ ആയത്. ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് രണ്ടും എടുത്തിട്ട് ഒരു 2-3 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് ഡയറക്ഷൻ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ RSI സ്റ്റിൽ അപ്പർ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ അപ്പ് ഞാൻ പ്രതീക്ഷിച്ചൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 198.55 ആണ് ഞാൻ പ്രതീക്ഷിച്ച ഏരിയ. പക്ഷെ അങ്ങോട്ട് വരാത്തതിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് വരുമായിരിക്കും. 195 കൂടെ ബ്രേക്ക് ചെയ്താൽ 198.55 മേ ബി വരേണ്ടതാണ്. ടെക്നിക്കലി നോക്കുമ്പോൾ വരേണ്ടതാണ്. അപ്പോൾ ആ 180 എന്നുള്ളൊരു എൻട്രി 14 പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട്. അപ്പോൾ അത് 195.88 വരാനുള്ള ക്യാൻഡിലാണെന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ട് അത് കണ്ട് ശീലിച്ചുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങോട്ട് വരേണ്ടതാണ് എന്ന് ടെക്നിക്കലി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ എഗെയിൻ മാർക്കറ്റ് കണ്ടോ, അപ്പോൾ അങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ 180 ആ ഒരു എൻട്രി 17 പോയിൻ്റ് ഈസി ആയിട്ട് നമുക്ക് അവിടെ കിട്ടി. ഈവൻ രണ്ടും എടുത്തിട്ട് 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും പ്രോഫിറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് പേഴ്സണലായിട്ടുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 180 ഉറപ്പായിട്ടുള്ള ഒരു എൻട്രി ആണെന്ന് നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്, ഇത് ഇവിടെ നിന്ന് അങ്ങ് മൂവ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞത് എന്തായാലും മാർക്കറ്റ് 198.55 ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് പോയേക്കണേ, 198.20. 55 പോയില്ലല്ലോ. 55 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 208 പോകണം. അപ്പോൾ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരും എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാണ്? അത് 1.5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ട്രേഡേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 101% ഉറപ്പുള്ളത് മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് പിയുടെ ആ ഭാഗത്തേക്ക് 195.88 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരേണ്ടതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? കുറച്ച് കയറ്റി സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രെയിൽ ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കണം. കാരണം ഇവിടുത്തെ ഈ ഒരു ടിപ്പ് ഇവിടെ നോക്കി വെച്ചേക്കുകയാണ്. ആളുകളൊക്കെ പോയിട്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ട് തിരിച്ചു വന്നിട്ട് മെയിൻ ആൾക്കാരോട് എന്തു പറയും? നിങ്ങൾ പതുക്കെ പാട്ടൊക്കെ പാടി പോരെ, ഞാനിവിടെ ഏരിയയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് മാർക്കറ്റ് പതുക്കെ ഇടിച്ച് എങ്ങോട്ട് വരുന്നത്? 208 മാർക്കറ്റ് വീണ്ടും വരുന്നത്. $203 ആയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു ഇനി ഉണ്ടാവുന്ന ക്യാൻഡലിന് ബിഗ് വോളിയോ ആയിരിക്കും, വലിയ വോളിയത്തോടുള്ള ക്യാൻഡിലാണ് ഇനി ഉണ്ടാവത്തുള്ളതെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള എടുത്ത ഒരു എൻട്രി ഒരു 195 അല്ലെങ്കിൽ 194 ട്രെയിൽ ചെയ്ത് വെച്ചാലും പ്രശ്നങ്ങളില്ല. 93 പോയിൻ്റ് ഓൾറെഡി 10 പോയിൻ്റ് നമുക്ക് പ്രോഫിറ്റബിളാണ്. ഇത് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടി 208 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 218 230 വരെയൊക്കെ മാർക്കറ്റ് പോകും. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, വീണ്ടും ഒരു അലർട്ട് സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ വീണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു എൻട്രി നമുക്ക് തന്നതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടികൾ അവസാനിപ്പിക്കുന്നു. എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾ പറഞ്ഞു 10 മണിക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ട്രിഗറിലായിരിക്കും മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 10 മണിക്ക് മാർക്കറ്റ് 95 അല്ലെങ്കിൽ ഈ ഒരു വിക്കോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. പിന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ഈ ഒരു ചാർട്ടിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു ചാർട്ട് വേറെയാണ്. ഏതാണ് ആ ചാർട്ട്? ഇവിടെ നമ്മൾ നോക്കിയേ, രാവിലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യം SMA-ലേക്കായിരിക്കും ഒരു ഡംപ് വരുന്നത്, അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് വരും? തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എഗെയിൻ മാർക്കറ്റ് 208 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാർക്കറ്റ് വിടാനുള്ള ഉദ്ദേശമില്ല. 208 ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഒരു ഹൈ ലോ ആദ്യം ക്രിയേറ്റ് ചെയ്തു, ഇവിടെ 208 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ ഈ ലോവിനേക്കാളും താഴത്താണ് അടുത്ത ലോ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, രണ്ടും ഡബിൾ ടോപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ രാവിലെ തൊട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാർട്ടിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കണ്ണ് ഈ ഒരു ചാർട്ടിലേക്കും കൂടെ പോകണം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, എഗെയിൻ 208 മാർക്കറ്റ് വന്നു. അപ്പോൾ എന്തായി ഗുണം? 180 208 വീണ്ടും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ താഴത്തു നിന്നുള്ളൊരു മൂവ്മെൻറ്റ് വളരെ ഡീസൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 227, അതായത് 208 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ 218 227 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ക്ലാരിഫൈ ചെയ്ത് പറയാനായിട്ട് അറിയത്തില്ല. സെക്കൻഡ് ട്രേഡും ഓൾമോസ്റ്റ് ഡണ്ണാണ്. കാരണം ഇത് ഇങ്ങനെ മടിച്ച് നിന്നതിൻ്റെ റീസൺ, അതായത് 195 താഴെ വന്നാലാണ് നമുക്കത് എക്സിറ്റ് ഉള്ളൂ. കാരണം ആ ഗ്യാപ്പ് ഫില്ലിങ് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് നേരം കൂടെ പിടിച്ച് നിൽക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അഗെയിൻ 180 208. അപ്പോൾ എത്ര പോയിൻ്റായി? 208 മൈനസ് 180 28 പോയിൻറ്റ്. അപ്പോൾ അതും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വ്യൂ പറയുന്നത്. അപ്പോൾ ഈ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അത് ഒരാഴ്ച, നിങ്ങൾക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരാഴ്ച ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ലൈവിലേക്ക് ഇരിക്കാം. ഒരു ദിവസം 2 ദിവസമായിട്ടൊന്നും ആരും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം ലോസ് ആണെങ്കിൽ അവൻ വെറുതെ പറ്റിക്കലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കിടക്കും. അതിനും ബെസ്റ്റ് ഓപ്ഷൻ ഒരാഴ്ചത്തേക്ക് ഇരിക്കുന്നതാണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്.